നമസ്കാരം സുഹൃത്തുക്കളെ, ടാറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ വായന എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ സ്നേഹം എത്രമാത്രം ആഴമേറിയതാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള റീഡിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് തരിക. നിങ്ങളുടെ സാഹചര്യമായിട്ട് നിങ്ങൾക്ക് സാമ്യം തോന്നിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക. നമുക്കപ്പോൾ വായനയിലേക്ക് കടക്കാം. അപ്പം ഇന്ന് കുറച്ച് കാർഡ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ സ്നേഹം, നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ, അവർ നിങ്ങളുടെ പേരിൽ എടുത്തിരിക്കുന്ന തീരുമാനം, നിങ്ങളോടുള്ള ഫീലിങ്സ് എത്രമാത്രം ആഴമേറിയതാണ്, നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ, ഇതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നമുക്ക് ഫസ്റ്റ് ആ ഒരു റോയിൽ കിടക്കുന്ന കാർഡ്സ് തന്നെ വളരെയധികം പോസിറ്റീവായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കാരണം ഈ വ്യക്തി നിങ്ങളുമായിട്ട് സ്നേഹത്തിലായിരുന്ന സമയത്ത് ഒരുപാട് വാക്ക് തർക്കങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ സ്നേഹത്തിലായിരുന്ന സമയത്ത് ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ, അതായത് ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളായിരുന്നു ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് കൂടുതൽ പ്രയത്നിച്ചിരുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പ്രണയബന്ധത്തിന് വേണ്ടിയിട്ട് കൂടുതൽ റിസ്ക് എടുത്തിരുന്നത് നിങ്ങളാണ്. അതായത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കാര്യമാണ് പറയുന്നത്. ഈ വ്യക്തിക്ക് എന്തുകൊണ്ടോ എങ്ങനെയൊക്കെയോ വളരെയധികം സെൽഫിഷ് ആയിരുന്നു. സെൽഫിഷ് എന്ന് പറയാനാണെങ്കിൽ നമ്മൾ മലയാളത്തിൽ പറയില്ലേ, സ്വന്തം കാര്യം സിന്ദാബാദ്. സ്വന്തം കാര്യം ശരിയായിട്ട് വരണം, സ്വന്തം കാര്യം നേരെയാകണം. അത്തരത്തിലുള്ള ഒരു വ്യക്തിയായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ പിന്നീട് ഈ വ്യക്തിയിൽ നിന്നും നിങ്ങൾ അകന്നപ്പോൾ, നിങ്ങൾ അകലാനായിട്ട് തുടങ്ങിയപ്പോൾ ഈ വ്യക്തിക്ക് ശരിക്കും നഷ്ടബോധം തോന്നി തുടങ്ങി, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാധാന്യം ഈ വ്യക്തി മനസ്സിലാക്കി തുടങ്ങി. നിങ്ങൾ ഈ വ്യക്തിയുടെ പുറകെ പോവുകയും ഈ വ്യക്തിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും സംസാരിക്കുകയും സ്നേഹിക്കുകയും മറ്റുള്ള എല്ലാ സഹായങ്ങളും നിങ്ങൾ ചെയ്തു കൊടുത്തു. അപ്പോഴൊക്കെ ഈ വ്യക്തിക്ക് സ്നേഹം നിങ്ങളോടുണ്ടെങ്കിൽ പോലും അതിൻ്റെതായ ഒരു നന്ദി കാണിക്കുകയോ സ്നേഹം തിരിച്ചു പ്രകടിപ്പിക്കുകയോ സ്നേഹിക്കുകയോ ബഹുമാനിക്കുകയോ ഈ വ്യക്തി ചെയ്തിട്ടില്ല. ഇത് ഈ പറയുന്നത് നിങ്ങളുടെ ഭർത്താവോ ഭാര്യയോ ആയിരിക്കാം, അല്ലെങ്കിൽ കാമുകനോ കാമുകിയോ ആയിരിക്കാം, ഏതവസ്ഥയിലും ആയിക്കോട്ടെ. പക്ഷെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തി നിങ്ങൾക്കൊരു പുല്ലുവില പോലും കൽപ്പിക്കാത്ത തരത്തിലുള്ള ഒരു വ്യക്തിയായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ തീർച്ചയായിട്ടും ഈ വ്യക്തി കൂടുതൽ പ്രാധാന്യം ആ സമയങ്ങളിൽ കൊടുത്തിരുന്നത് പൈസക്കാണ്. സാമ്പത്തിക സംബന്ധമായിട്ടുള്ള കാശ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലാണ് ഈ വ്യക്തി കൂടുതലും പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ഈ വ്യക്തി പഠിക്കാനും മറ്റു മത്സര പരീക്ഷകളിൽ വിജയം കൈവരിക്കാനും അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കാനും പഠിക്കാനും അതുപോലെ ബിസിനസ് ചെയ്യാനും ഒക്കെ അതിൻ്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ തീർച്ചയായിട്ടും അത് ആ ഒരു സമയത്ത് നിങ്ങൾ ഈ വ്യക്തിക്ക് കൊടുക്കുന്ന ആ ഒരു സ്നേഹം, അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാനോ അതിനുവേണ്ടി സമയം ചിലവഴിക്കാനോ ഒന്നും തന്നെ ഈ വ്യക്തിക്ക് സമയമുണ്ടായിരുന്നില്ല. അതിനു വേണ്ടിയിട്ടുള്ളൊരു മനസ്സ് പോലും ഈ വ്യക്തിക്ക് വന്നിരുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചിലപ്പോൾ ജോലിക്കും പോകുന്നുണ്ട്, സമ്പാദിക്കുന്നുണ്ട്, പക്ഷെ അതോടൊപ്പം തന്നെ ഈ വ്യക്തിയെയും നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ ഈ വ്യക്തിക്ക് എന്തുകൊണ്ടോ എല്ലാ കാര്യങ്ങളും കൂടെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അത്ര തരത്തിലുള്ള ഒരു മനസ്സായിരുന്നു. അതായത് ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൽ തന്നെ മുഴുവനുമായി ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു രീതിയാണ് ഈ വ്യക്തിക്കുള്ളത്. ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, പണം സമ്പാദിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ കാര്യത്തിൽ മാത്രം പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാം. ആ സമയത്ത് പ്രണയ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഈ വ്യക്തി അങ്ങനെ വേണ്ടത്ര പ്രാധാന്യം നൽകത്തില്ല. പക്ഷെ ഇപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തി ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം ഈ വ്യക്തി നേടിയെടുത്തു, അല്ലെങ്കിൽ നേടിയെടുത്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഇപ്പോൾ ഈ വ്യക്തി വല്ലാത്തൊരു ഒറ്റപ്പെടലാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്.
ഈ വ്യക്തിയുടെ കടങ്ങൾ തീർന്നതായിട്ട് കാണിക്കുന്നു, ബാധ്യതകൾ അവസാനിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു. എന്തെങ്കിലും തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം ഈ വ്യക്തി തീർത്തുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് പലവരും ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്, സ്നേഹത്തോടെ വരുന്നുണ്ട്, സ്നേഹം നടിച്ചു വരുന്നുണ്ട്. പക്ഷെ ഈ വ്യക്തി മനസ്സിലാക്കുന്നു, ഈ വ്യക്തിയോട് ആത്മാർത്ഥമായിട്ട് പെരുമാറിയിരുന്ന, അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിരുന്ന, പെരുമാറിയിരുന്ന, ഉൾക്കൊണ്ട ഒരേ ഒരു വ്യക്തി നിങ്ങളാണ് എന്നുള്ള യാഥാർത്ഥ്യം ഈ വ്യക്തിക്ക് മനസ്സിലാകുന്നു. അതാണ് നമുക്ക് ജഡ്ജ്മെന്റ് കാർഡ് കിട്ടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുടെ പ്രാധാന്യം ഇപ്പോൾ മനസ്സിലാക്കുന്നു. പക്ഷെ ഇപ്പോൾ ഈ വ്യക്തി ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നേടിയെടുത്തുകൊണ്ടിരിക്കുന്നു. കരിയർ പരമായിട്ട് ഈ വ്യക്തി ഉയർന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ വ്യക്തി പല കാര്യങ്ങളും നേടിയെടുത്തു. പക്ഷെ ഇപ്പോൾ സ്നേഹിക്കാം എന്ന് വിചാരിച്ചപ്പോൾ നിങ്ങളില്ല, അല്ലെങ്കിൽ സ്നേഹിക്കുന്ന വ്യക്തിയുടെ സ്ഥാനത്ത് ഈ വ്യക്തി ആലോചിക്കുമ്പോൾ നിങ്ങളുടെ മുഖമാണ് ഈ വ്യക്തിയുടെ മനസ്സിൽ വരുന്നത്. പക്ഷെ എങ്കിൽ പോലും നിങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഇല്ല, നിങ്ങളിപ്പോൾ ഈ വ്യക്തിയുടെ അടുത്തില്ല. ആ ഒരു ഒറ്റപ്പെടൽ ഈ വ്യക്തിയെ ഭയങ്കരമായിട്ട് ഈ വ്യക്തിയെ തളർത്തുന്നുണ്ട്. ഇപ്പോൾ ഈ വ്യക്തി സാമ്പത്തികപരമായിട്ട് ഉയർന്നിട്ടുണ്ടെങ്കിൽ ഈ വ്യക്തിയുടെ പിന്നാലെ ധാരാളം ആളുകൾ വരുന്നുണ്ട്. കൂട്ടുകാരായിട്ടും വീട്ടുകാരായിട്ടും നാട്ടുകാരായിട്ടും, അതുപോലെ സ്നേഹിക്കാൻ വേണ്ടി, പണം മോഹിച്ച് സ്നേഹിക്കാൻ വേണ്ടി ഈ വ്യക്തിയുടെ പിന്നാലെ പല ആളുകളും കൂടുന്നുണ്ട്. പക്ഷെ അതിലൊന്നും ഈ വ്യക്തിക്ക് ആത്മാർത്ഥ സ്നേഹം കാണാനായിട്ട് സാധിക്കുന്നില്ല. കാരണം ആത്മാർത്ഥത എന്നുള്ളത് നിങ്ങളിൽ നിന്നും മാത്രമാണ് ലഭിച്ചിട്ടുള്ളത് എന്നുള്ള യാഥാർത്ഥ്യം ഈ വ്യക്തി മനസ്സിലാക്കുന്നു. കാരണം ഈ വ്യക്തി ഒന്നുമില്ലാതിരുന്നപ്പോഴും ഈ വ്യക്തിയെ രണ്ട് കൈകളും നീട്ടി സ്വീകരിച്ച് സ്നേഹിക്കാൻ ഒരേ ഒരു മനസ്സ് അത് നിങ്ങൾക്കേ ഉണ്ടായിരുന്നുള്ളൂ എന്ന യാഥാർത്ഥ്യം ഈ വ്യക്തി മനസ്സിലാക്കുന്നു. ഈ വ്യക്തി കാശുകാരനായപ്പോഴും ഇല്ലാതായപ്പോഴും, അതായത് പൂജ്യത്തിൽ നിൽക്കുമ്പോഴും ശതകോടിയിൽ നിൽക്കുമ്പോഴും, കാശുകാരനായിട്ടും കാശില്ലാത്തവനായിട്ടും നിൽക്കുമ്പോഴും, ഏത് സാഹചര്യത്തിലായാലും ഈ വ്യക്തിയെ സപ്പോർട്ട് ചെയ്യാനും ഈ വ്യക്തിയുടെ കൂടെ ഉണ്ടാകാനും മനസ്സ് കാണിച്ച ഒരേ ഒരു വ്യക്തി നിങ്ങളാണ് എന്നുള്ള സത്യം ഈ വ്യക്തി മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പുടവയായിട്ട് വരാനാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. അതായത് ഒരു സെലിബ്രേഷൻ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആഭരണമോ വളയോ മാലയോ അല്ലെങ്കിൽ മോതിരമോ വിലപിടിപ്പുള്ള എന്തെങ്കിലും ഒരു വസ്തുവായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നു. അത് തന്നുകൊണ്ട് നിങ്ങളെ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വെൽക്കം ചെയ്യാൻ, അതായത് സ്വാഗതം ചെയ്യാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നു. എന്തെങ്കിലും നിങ്ങൾക്ക് സമ്മാനിക്കണം. നിങ്ങൾക്ക് അടുത്തിടെ ഈ ഒരു വായന കഴിയുമ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതകൾ ഏറെയായിട്ട് കാണിക്കുന്നു. അതെന്തെങ്കിലും, ചിലപ്പോൾ ഒരു മാലയായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിലപിടിപ്പുള്ള അത്രയും അമൂല്യ വസ്തു ഈ വ്യക്തിയിൽ നിന്നും ലഭിക്കാനുള്ള സാധ്യതകൾ ഏറെയായിട്ട് കാണിക്കുന്നു. കാരണം അതിലൂടെ നിങ്ങളെ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും സ്വാഗതം ചെയ്യാനുമാണ് ഈ വ്യക്തി തീരുമാനിച്ചിരിക്കുന്നത്. ഈ വ്യക്തിയുടെ നിങ്ങളോടുള്ള സ്നേഹം എന്ന് പറയുന്നത് അത്രമാത്രം അളക്കാനാവാത്ത വിധത്തിലുള്ള ആഴമേറിയ സ്നേഹമാണ്. ആദ്യമൊക്കെ ഈ വ്യക്തി വിചാരിച്ചിരുന്നത് ഇത് വെറുതെ ഒരു നേരം പോക്കിനുള്ള ഒരു സ്നേഹമാണെന്നാണ്. പക്ഷെ പിന്നീട് ഈ വ്യക്തിക്ക് മനസ്സിലായി നിങ്ങളുമായിട്ട് എന്തോ ഒരു വ്യത്യാസം ഈ വ്യക്തിക്കുണ്ട്, അല്ലെങ്കിൽ എന്തോ ഒരു ബന്ധം ഈ വ്യക്തിക്കുണ്ട്, എന്തോ ഒരു ആത്മബന്ധം. നമ്മൾക്ക് ബോട്ടം ഓഫ് ദ ഡെക്ക് 6 ഓഫ് കപ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. ഇതൊരു ആത്മമിത്ര ബന്ധമായിട്ടാണ് കാണിക്കുന്നത്, സോൾമേറ്റ് കണക്ഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഓർത്ത് അതിയായി ദുഃഖിക്കുന്നു, എന്നാൽ സന്തോഷിക്കുന്നു. സന്തോഷവും ദുഃഖവും ഒരുമിച്ചുള്ള ഒരു വികാരം. പക്ഷെ നിങ്ങൾ ഇനി വീണ്ടും ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോ എന്നുള്ളതിനെ കുറിച്ചിട്ട് ഈ വ്യക്തിക്ക് ഭയമുണ്ട്. കാരണം ഇത്രയും കാലം ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് കാണിച്ചത് നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ല, നിങ്ങൾ മനസ്സിൽ വെച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങൾ ഇനി ചീത്ത പറഞ്ഞ് ഈ വ്യക്തിയെ അകറ്റുമോ, അല്ലെങ്കിൽ പഴയ കാര്യങ്ങളെല്ലാം വിളിച്ചു പറയുമോ, ഈ വ്യക്തിയെ കുറ്റപ്പെടുത്തുമോ, ശാസിക്കുമോ, അത്തരത്തിലുള്ള ചിന്തകളും ഈ വ്യക്തിക്കുണ്ട്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഭയവും ഈ വ്യക്തിക്ക് ഉണ്ടാകുന്നുണ്ട്.
പക്ഷേ ഈ വ്യക്തി ആത്മാർത്ഥ സ്നേഹം എന്നുള്ള രീതിയിൽ വെച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളെക്കുറിച്ച് തന്നെയാണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വരുന്നത്. കാരണം ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രമാത്രം ഈ വ്യക്തിയെ സ്വാധീനിച്ചിട്ടുണ്ട്. അത്രമാത്രം നിങ്ങൾ ഈ വ്യക്തിയോട് സ്നേഹം കാണിച്ചിട്ടുണ്ട്, ആത്മാർത്ഥത കാണിച്ചിട്ടുണ്ട്, പലതരത്തിലും നിങ്ങൾ സഹായിച്ചിട്ടുണ്ട്. ഈ വ്യക്തിയുടെ ഇല്ലായ്മയിലും ഈ വ്യക്തിയെ കുറ്റപ്പെടുത്താതെ ഈ വ്യക്തിയെ ഒപ്പം നിന്നുകൊണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് വിലപിടിപ്പുള്ള ഒരു ബന്ധം തന്നെയാണ്. ഇനി നിങ്ങൾക്ക് വേറെ വിലപിടിപ്പുള്ള വസ്തു തരണമെന്നില്ല, നിങ്ങൾ തന്നെയാണ് ഈ വ്യക്തിയുടെ അമൂല്യ വസ്തു. പക്ഷെ ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു സമ്മാനം നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതകൾ ഏറെയായിട്ട് കാണിക്കുന്നു. കാരണം അത് നിങ്ങളുടെ വഴക്ക് മാറ്റാനായിരിക്കണം, നിങ്ങളുമായിട്ടുള്ള അകൽച്ച മാറ്റാനായിരിക്കണം. അത്തരത്തിലുള്ളൊരു രീതിയും നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇത്രയാണ് നമുക്ക് ഈ ഒരു വായനയിൽ നിന്നും നമുക്ക് ലഭിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് പോസിറ്റീവായിട്ട് നിങ്ങൾ മനസ്സിലേക്ക് ഉൾക്കൊള്ളുക. ഇതൊന്നും നടക്കത്തില്ല, ഇതൊക്കെ വെറുതെയാണ്, തട്ടിപ്പാണ് എന്ന് പറയുന്ന ആൾക്കാർക്ക് അവര് ആരെയും വിശ്വസിക്കില്ല. അവരുടെ സ്വഭാവം അങ്ങനെയാണ്, അവരങ്ങനെയാണ് അവരുടെ മനസ്സിനെ വിശ്വസിച്ച് പഠിപ്പിച്ചിരിക്കുന്നത്. കാരണം ഞാൻ പ്രത്യേകം പറഞ്ഞത്, ചില ആളുകളുടെ കമന്റുകൾ ഞാൻ കണ്ടു നെഗറ്റീവായിട്ട് പറഞ്ഞിട്ടുള്ളത്. അവരൊരിക്കലും കുറ്റപ്പെടുത്താൻ പറ്റില്ല, കാരണം അവരുടെ മനസ്സങ്ങനെയാണ്, അവരങ്ങനെയാണ് പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിട്ടുള്ളത്. അപ്പൊ അവരുടെ ജീവിതത്തിൽ അവർ പരാജയം മാത്രമേ അവർ നേരിടുകയുള്ളൂ, അവരുടെ ജീവിതത്തിൽ പരാജയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ, അതിലൊരു സംശയവും വേണ്ട. പക്ഷേ നമ്മൾ പുതുചിന്തകളോട് കൂടി നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും നാളെ ഇതെല്ലാം ശരിയാകും എന്നുള്ള ആ ഒരു പോസിറ്റീവ് ചിന്താഗതിയോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ നമ്മളുടെ മാനിഫെസ്റ്റേഷൻ ക്ലിയർ ആവുകയുള്ളൂ, പോസിറ്റീവ് ആവുകയുള്ളൂ, നമ്മളുടെ ഈ ചിന്തകൾ യൂണിവേഴ്സിന് ലഭിക്കുകയുള്ളൂ, പ്രപഞ്ചശക്തി നമുക്ക് അനുയോജ്യമായിട്ടുള്ള ജീവിതം തരികയുള്ളൂ. അപ്പോൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾ മാക്സിമം പോസിറ്റീവായിട്ട്, പ്രേക്ഷകർ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നിങ്ങളത് പോസിറ്റീവായിട്ട് അക്സെപ്റ്റ് ചെയ്യുക, മനസ്സിലേക്ക് എടുക്കുക. നിങ്ങളത് തട്ടിത്തെറിപ്പിച്ച് കളയരുത്, മനസ്സിലേക്ക് എടുക്കുക. പിന്നെ ഇത്തരം വീഡിയോസിൽ വിശ്വാസമില്ലെങ്കിൽ കാണാനും നിൽക്കരുത്. ഓക്കെ, അപ്പോൾ വിശ്വാസമുള്ളവർ നിങ്ങളുടെ വിശ്വാസം വിജയിക്കട്ടെ, നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾ നടക്കട്ടെ. എത്രയും പെട്ടെന്ന് കമന്റ് ബോക്സിൽ വന്ന് അറിയിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. ഓക്കെ, അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ നമുക്ക് കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.